1000-ലധികം യുവജനങ്ങൾ പങ്കെടുക്കുന്ന 300-ലധികം പാപ്പന്മാർ അണിനിരക്കുന്ന മലബാറിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. തലശ്ശേരി അതിരൂപതയുടെ KCYM-ന്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിക്കുന്ന ബോൺ നത്താലെ 2024 ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. Christmas, Merry Christmas. Bon Natale means Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി Bon Natale വീണ്ടും വന്നിടുന്നു. ഗ്ലോറിയ ഗീതകം പാടി സ്തുതിച്ചിടാം, വാനവരോടൊപ്പം നൃത്തം ചെയ്യാം, രക്ഷകൻ ഈശനെ കണ്ടു വണങ്ങിടാം, എങ്ങും ആഘോഷമായി. ബോൺ നത്താലയ്ക്ക് നിരവധി കുട്ടികളാണ് പാപ്പാമാരായി എത്തിയിരിക്കുന്നത്. ഈ ബോൺ നത്താലയ്ക്ക് ഡാൻസ് കളിക്കാൻ എത്തിയതാണല്ലേ? മോളുടെ പേര് എങ്ങനെയാ? ഇഷ്ടപ്പെട്ടോ? നല്ല പ്രോഗ്രാം. തലശ്ശേരി അതിരൂപതയുടെ 5000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന, പ്രത്യേകിച്ച് യുവജനങ്ങൾ പങ്കെടുക്കുന്ന മലബാറിലെ തന്നെ ഒരു ക്രിസ്മസിന് ഒരുക്കമാണ് ബോൺ നത്താലെ. പിതാവേ, ഈ ഒരു ആഘോഷം എങ്ങനെ തലശ്ശേരി അതിരൂപതയ്ക്കും വിശ്വാസികൾക്കും ഒരു ക്രിസ്മസ് സന്ദേശം നൽകും? ക്രിസ്തുമസ് എന്നത് ദൈവം മനുഷ്യനെ തേടി വന്നത്, മനുഷ്യനും ദൈവവും തമ്മിൽ കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷമാണ്. ആ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി പലവിധ മാർഗങ്ങൾ നാം അവലംബിക്കാറുണ്ട്. അതിലൊന്നാണ് ബോൺ നത്താലെ എന്ന പേരിൽ ക്രിസ്തുമസ് പാപ്പാമാരുടെ സംഗമം. പല സ്ഥലങ്ങളിലും ഇപ്രകാരമുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. തലശ്ശേരി അതിരൂപതയിൽ അത് KCYM യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് വർഷങ്ങളായി ആചരിച്ചു വരുന്നത്. ഈ ഒരു സംഗമം ഈ നാടിൻ്റെ മുഴുവനും ഒരു ഉത്സവമായി മാറിക്കഴിഞ്ഞു എന്ന് കാണുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. KCYM-ന്റെ യുവജന സുഹൃത്തുക്കളെല്ലാവരും ക്രിസ്തുമസിനെ വരവേൽക്കാൻ ബോൺ നത്താലെ, അതായത് ഹാപ്പി ക്രിസ്മസ് എന്ന ആപ്തവാക്യവുമായി തെരുവിലിറങ്ങുമ്പോൾ അത് ഈ പ്രദേശത്തിന് മുഴുവനും അഭിമാനിക്കാവുന്ന ഒരു ക്രിസ്തുമസ് ആഘോഷമായി മാറിക്കഴിഞ്ഞു. സന്തോഷം പ്രദാനം ചെയ്യുന്ന ക്രിസ്മസ് സന്ദേശം മാനവ സമൂഹത്തിന് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഈ ബോൺ നത്താലെയുടെ ആത്യന്തികമായ ലക്ഷ്യം. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് തന്നെ മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം, വിശ്വ സാഹോദര്യത്തിൻ്റെ, വിശ്വമാനവികതയുടെ, വിശ്വസൗഹൃദത്തിൻ്റെ കൃത്യമായ സന്ദേശം പകരുക എന്നതായിരുന്നു. ഈ ബോൺ നത്താലെയിലൂടെ തലശ്ശേരി അതിരൂപതയിലെ 3000-ഓളം വരുന്ന യുവജനങ്ങൾ സർവ്വ മനുഷ്യ മനസ്സുകൾക്കും ഈ സന്തോഷത്തിൻ്റെ ക്രിസ്മസ് സന്ദേശം കൃത്യമായ വിധത്തിൽ പകരുകയാണ് ഈ ബോൺ നത്താലെയിലൂടെ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, തലശ്ശേരി അതിരൂപതയിലെ യുവജനങ്ങൾ ഒരുമിച്ച് മലയോര പട്ടണമായ ഇരിട്ടിയിൽ ബോൺ നത്താലെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുകയാണ്. മലബാറിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷമാണിത്. 5000-ഓളം ചെറുപ്പക്കാർ ഈശോയുടെ ജനനത്തിൻ്റെ അറിയിപ്പ് അറിയിച്ചുകൊണ്ട് ഇരിട്ടി പട്ടണത്തിലൂടെ ഒരു വലിയ സാക്ഷി നൽകിക്കൊണ്ടാണ് രക്ഷകൻ്റെ വരവിൻ്റെ സന്തോഷം അറിയിച്ചു കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരുപക്ഷെ തൃശ്ശൂർ നടക്കുന്ന ബോൺ നത്താലെ കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനപങ്കാളിത്തമുള്ള യുവജനങ്ങൾ എത്തിച്ചേരുന്ന, പ്രത്യേകിച്ച് ഇരിട്ടി പോലത്തെ ഒരു പ്രധാന ടൗണിൽ നടത്തുന്ന ഒരു ആഘോഷമാണിത്. തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച് യുവജനങ്ങളുടെ ഒരു വലിയ സാക്ഷ്യം നൽകുന്ന കാര്യം കൂടിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ആഘോഷമാണിത്. ഇത് സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് KCYM-ന്റെ ഉത്തരവാദിത്വമുള്ള അഖിലച്ചനും യുവജനങ്ങൾ നേതൃത്വം നൽകുന്ന എല്ലാവർക്കും എല്ലാ അഭിനന്ദനം ഞാൻ അറിയിക്കുന്നു. ഈ ആഘോഷം നമ്മുടെ മലബാറിന് ഒരു ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ ഉണർവിൻ്റെ അവസരമായി മാറട്ടെ, സന്തോഷത്തിലേക്ക്, ക്രിസ്മസിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബോൺ നത്താലെ, ആയിരങ്ങൾ പങ്കെടുക്കുന്ന മനോഹരമായ ബോൺ നത്താലെ ഇരിട്ടി പട്ടണത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് രക്ഷകൻ ഈശനെ കണ്ടു വണങ്ങിടാം, എങ്ങും ആഘോഷമായി.
ബോണ്ണത്താലേ വിസിലുകളിൽ ക്രിസ്മസ് മൊഴികളിൽ. തലശ്ശേരി അതിരൂപതയുടെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്മസ് മഹോത്സവമാണിത്. ഇരിട്ടി നഗരത്തിൽ ക്രിസ്മസിന്റെ വരവ് വിളിച്ചറിയിച്ചുകൊണ്ട് 300 പാപ്പമാർ അണിനിരക്കുന്ന ബോണ്ണത്താലയ്ക്ക് ഇന്നിവിടെ തുടക്കമാവുകയാണ്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ ചിത്രീകരിച്ചുകൊണ്ട് ദൃശ്യാവിഷ്കാരങ്ങളുടെയും ബാൻഡ് മേളങ്ങളുടെയും അകമ്പടിയോടെയാണ് 100 കണക്കിന് പാപ്പമാർ ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ഇനിയുള്ള ദിനങ്ങൾ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയുമാണ്. ദൈവപുത്രനായ ഈശോയുടെ തിരുപ്പിറവി ആഘോഷിക്കാൻ ഇരിട്ടി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഇരിട്ടി പയഞ്ചേരി സിഗ്നൽ പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന ബോണ്ണത്താലെ ക്രിസ്മസ് സന്ദേശയാത്ര തന്തോട് സാന്റ് ജോസ് കോംപ്ലക്സിൽ അവസാനിക്കും. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി സംഗമം ഉദ്ഘാടനം ചെയ്ത് ക്രിസ്മസ് സന്ദേശം നൽകും. തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന 4ാമത് ബോണ്ണത്താലയാണ് ഇവിടെ കാണുന്നത്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ പഴഞ്ചേരി മുക്കിൽ നിന്നാണ് ഇത്തവണ സ്റ്റാർട്ട് ചെയ്തത്. ടൗൺ മുഴുവൻ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആഗതമാകുന്ന ക്രിസ്മസിന്റെ വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നു കൊടുത്തുകൊണ്ട് തലശ്ശേരി അതിരൂപത ദേശീയന്റെ ആഭിമുഖ്യത്തിലുള്ള ബോണ്ണത്താലെ ക്രിസ്മസ് സന്ദേശ യാത്രയാണ് ഈ ഇരിട്ടി നഗരത്തിന്റെ ആവേശോജ്വലമായ നഗരവീതിയിലൂടെ നടന്നു നീങ്ങുന്നത്. വലിയ ആവേശം. ലോകരക്ഷകനായ ക്രിസ്തുരാജന്റെ ജനനം എല്ലാവർക്കുമുള്ള സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ സദ്വാർത്തയാണെന്ന് ഈ വലിയ ബോണ്ണത്താലെ ക്രിസ്മസ് സന്ദേശ യാത്ര നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ബോണ്ണത്താലെ എന്ന് പറയുന്നത് മനുഷ്യരുടെ കുലത്തിനായി ജനിച്ച ക്രിസ്തുവിന്റെ ജനനം അറിയിക്കാനുള്ള ഒരു യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. 100 കണക്കിന് യുവജനങ്ങളാണ് ഇരിട്ടിയിലേക്ക് ഒഴുകിയെത്തിയത്. ക്രിസ്മസിനൊരുക്കമായി ഉണ്ണിയേശുവിനെ വരവേൽക്കുവാൻ നിരവധി യുവജനങ്ങളാണ് ഇരിട്ടിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ക്യാമറാമാൻ അലിഖിനൊപ്പം നമ്മളായിട്ടും ഷിക്കന ന്യൂസ് കണ്ണൂർ.